മനസ്സിലായി. ചെറുപ്പക്കാരല്ല, ചെറുപ്പക്കാരികൾ അവരുമുണ്ട്. ഇവരൊക്കെ ഏത് അവസ്ഥയിലെന്നുള്ള ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അല്ല സാറേ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എന്നാൽ നിങ്ങളെന്താ സയനൈഡ് ടേസ്റ്റ് ചെയ്യാത്തത്? തോക്കുസ്വാമി എന്ന് പറയുന്ന ഭദ്രാനന്ദ സ്വാമിയുടെ ഒരു ഇത്, ലാലേട്ടൻ്റെയും അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ എന്ന് പറയുന്ന ആ 2 ലക്ഷക്കാരാണ് കൊണ്ടുവന്നവരുള്ള ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയില്ല ആരാണ് എന്താണെന്നുള്ളത്. മരണാന്വേഷണത്തിന് മുന്നേ വിളിച്ചു പറഞ്ഞു എന്തേ പോലീസ് മാർക്കിസ്റ്റിൻ്റെ സമയത്ത് ഒരു ആക്ഷൻ എടുക്കാതിരുന്നു. അതിനെയാണ് അദ്ദേഹം ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അതാർക്കാ ചാലഞ്ച്? ഹോം മിനിസ്റ്റർ രമേശ് ചേട്ടനും അതേപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനും. അപ്പം ഈ 2 ബഹുമാനപ്പെട്ട വ്യക്തികൾ അവിടെ ഇരിക്കുമ്പോൾ അവരത് എടുക്കണത് അത് വെറുമൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല കാണേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും കാരണം കാണുമല്ലോ. എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇതുണ്ടായിരുന്നു? ആ കാറിൽ ഇടിച്ചു കൊന്ന 2 പെൺകുട്ടികൾ മോഡൽസ്, ആ കേസ് എന്തായി? എവിടെ പോയി? ഇതെല്ലാം എന്തുകൊണ്ടായിരുന്നു സംഭവിച്ചത്? അതിനാണ് ഇപ്പം രമേശ് ചേട്ടനാണ് ഹോം മിനിസ്റ്റർ. ആയിക്കോട്ടെ, ഹോപ്പ് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത്. ഞാനൊരു ജയിലിൽ, കാക്കനാട് ജയിലിൽ പോയിട്ട് 4 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. വെറുതെ ചുമ്മാ ഒരു കുട്ടിയുടെ കൈ പിടിച്ച് ഷെയ്ക്കൻ ചെയ്ത പാർട്ടിക്ക് വെറും 17 വയസ്സേ ഉള്ളൂ. അന്താളിച്ച് നോക്കിയിരിക്കുന്നൊരു കുട്ടിയായിരുന്നു. ആ കൈ പിടിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് കൈ പുറകിലോട്ട് വലിച്ചു. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഈ ഡ്രഗിൻ്റെ ഭീകരമായിട്ടുള്ളൊരു മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ കയ്യിൻ്റെ വിരലിൻ്റെ തുമ്പുകൾ മുഴുവൻ റബ്ബർ ഗ്ലൗസിൽ വെള്ളം ഒഴിച്ച പോലുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. കാരണം ഈ എല്ലൊക്കെ ദ്രമിച്ചു പോയിരിക്കുന്നു. ഇത് ഏത് ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും? മക്കളെ, ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവമാണ്. ഇതിനോട് കെയറല്ലേ? അതന്നെ എല്ലാം ഉപയോഗിക്കുന്ന ഈ ആളുകളെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അല്ല സാറേ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എന്നാൽ നിങ്ങളെന്താ സയനൈഡ് ടേസ്റ്റ് ചെയ്യാത്തത്? ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം പറ. എന്താണ് ഈ ചെറുപ്പക്കാർ സയനൈഡ് ടേസ്റ്റ് ചെയ്യാത്തത്? അത് ടേസ്റ്റ് ചെയ്ത് സയൻറ്റിസ്റ്റ് അടക്കം മരിച്ചുപോയി എന്നുള്ള കൺഫേം കിട്ടിയതുകൊണ്ട് ഈ മരിച്ചു പോകുന്നതും ഭീകരമായിട്ട് വേദന അനുഭവിച്ച് പോകുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ ഇത് നമ്മൾ ടി വിയിൽ കാണിച്ചു കൊടുക്കണം. എങ്കിലാണ് ഈ ഒരു ഫിയർ ഫാക്ടർ വരുള്ളൂ. സിഗരറ്റ് വലിക്കരുത്, ബീഡി വലിക്കരുതെന്ന് പറഞ്ഞ് വായും തുന്നി കൂട്ടിയിട്ടുള്ളൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ഡ്രഗിൻ്റെ വിപത്ത് എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് കുട്ടികളുടെ തലയിൽ ഇത് കയറ്റണം. അപ്പോൾ ഈ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് ടു കൺവേ ദ മെസ്സേജ്. അപ്പോൾ ഈ ഡ്രഗിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെപ്പോലുള്ള ഈ മൊബൈലിൽ തൂക്കി നിങ്ങൾ ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളടക്കം ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം.